ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാഹചര്യം കണക്കിലെടുത്തായിരുന്നു കൂടിക്കാഴ്ച. കഠിനാധ്വാനം, ആത്മസമർപ്പണം എന്നിവയിലൂടെ രാജ്യത്തിന്റെ കായിക താരങ്ങൾ നൽകിയ സംഭാവനകൾ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക മേഖലയിലെ നയങ്ങൾക്ക് സർക്കാർ എല്ലായ്പ്പോഴും മുൻഗണന നൽകുന്നുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. സായുധ സേനയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ദുഷ്ടലാക്കോടെ രാജ്യത്തെ നോക്കിക്കാണുന്നവർക്ക് ഉചിതമായ മറുപടി നൽകുകയും ചെയ്യുക എന്നത് രാജ്യരക്ഷാമന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ സംസ്കൃത ജാഗ്രൻ മഹോത്സവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മധ്യപ്രദേശ് സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗ്വാളിയോറിൽ എത്തി. നഗരത്തിൽ സംഘടിപ്പിക്കുന്ന പ്രാദേശിക പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. നാളെ കർണാടകയിൽ എത്തുന്ന ശ്രീ ജഗദീപ് ധൻകർ സിർസിയിലെ കോളേജ് ഓഫ് ഫോറസ്ട്രി സന്ദർശിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മുംബൈയിൽ സംഘടിപ്പിച്ച ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 ഇന്ന് സമാപനം. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, നിക്ഷേപകർ, ഉള്ളടക്ക സ്രഷ്ടാക്കൾ തുടങ്ങിയവരുടെ സംഗമത്തിനാണ് വേവ്സ് ഉച്ചകോടി സാക്ഷിയായത്. മാധ്യമങ്ങൾ, വിനോദം, ഡിജിറ്റൽ നവീകരണം തുടങ്ങിയവയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാൻ ലക്ഷ്യമിട്ടാണ് 4 ദിനം നീണ്ട ഉച്ചകോടി സംഘടിപ്പിച്ചത്. നാളെ മുതൽ ഈ മാസം 8 വരെ വാഷിംഗ്ടൺ ഡിസിയിലെ ലോക ബാങ്ക് ആസ്ഥാനത്ത് നടക്കുന്ന 2025 ആഗോള ഭൂപരിഷ്കരണ ചർച്ചകൾക്ക് ഇന്ത്യ നേതൃത്വം നൽകും. ഉന്നതതല ഇന്ത്യൻ പ്രതിനിധി സംഘം സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ സ്വാമിത്വ പദ്ധതി സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ആകർഷണീയവും പരിസ്ഥിതി സൌഹാർദ്ദവുമാക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നടപ്പാക്കുന്ന ടൂറിസം വികസന പദ്ധതിയുടെ 1ാം ഘട്ടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൊതു താൽപര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയുവാനുള്ള ശേഷി വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലം കുളക്കട സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനായുള്ള ഈ വർഷത്തെ നീറ്റ് യുജി പ്രവേശന പരീക്ഷ ഇന്ന് നടന്നു. ഇന്ത്യയിലെ 5000-ലധികം കേന്ദ്രങ്ങളിലും വിദേശത്തെ 13 നഗരങ്ങളിലുമായി 22.7 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി നീറ്റ് പരീക്ഷ എഴുതാൻ ശ്രമിച്ച വിദ്യാർത്ഥി പോലീസ് പിടിയിൽ. തൈക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥിയാണ് പിടിയിലായത്. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് സമാപനത്തിലേക്ക്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളിൽ ചമയ പ്രദർശനങ്ങൾക്കും ഇന്ന് തുടക്കമായി. നാളെ പൂരത്തിന് നാന്ദി കുറിച്ച് വടക്കുംനാഥ ക്ഷേത്രം തെക്കേ ഗോപുരനട തുറക്കും. ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. ചക്ര കസേരയിലിരുന്ന് നാടിനാകെ അക്ഷരവെളിച്ചം പകർന്ന സാമൂഹിക പ്രവർത്തക കെ വി റാബിയ വിടവാങ്ങി. 59 വയസ്സായിരുന്നു. മലപ്പുറം കോട്ടക്കലിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ എംഡിഎംഎയും മറ്റ് മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതുമായി ബന്ധപ്പെട്ട് 154 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 163 പേർ അറസ്റ്റിലായി. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 3 വിക്കറ്റ് ജയം. ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 275 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ 4 പന്ത് ബാക്കി നിൽക്കെ ശ്രീലങ്ക ലക്ഷ്യം മറികടന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഈഡൻ ഗാർഡൻസിൽ ഇപ്പോൾ സമാപിച്ച കളിയിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 1 റണ്ണിന് വിജയിച്ചു. ഇന്നത്തെ 2ാം മത്സരത്തിൽ പഞ്ചാബ് കിംഗ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം പുരോഗമിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ തകരാറുകൾ ഉടൻ പരിഹരിക്കുമെന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടർ. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഉടൻ ആരോഗ്യമന്ത്രിക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം ജില്ലാ കൺവെൻഷൻ പത്തനംതിട്ടയിലെ കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 3:30 നടക്കും. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം പുറത്തിറക്കുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ വോട്ട് ആദ്യ പതിപ്പിന്റെ പ്രകാശനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ നാളെ ഓൺലൈനായി നിർവഹിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സേവനങ്ങൾ തുടങ്ങിയവ ജനങ്ങളിൽ എത്തിക്കുവാനാണ് ന്യൂസ് ലെറ്ററിലൂടെ ശ്രമിക്കുന്നത്. അണ്ടർ 18 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ബീഹാറിലെ പറ്റ്നയിൽ തുടക്കമായി. ഈ മാസം 15 സമാപിക്കുന്ന ഗെയിംസിൽ 8500-ലേറെ കായിക താരങ്ങൾ മത്സരിക്കും. 28 ഇനങ്ങളിലായി മത്സരങ്ങൾ 6 നഗരങ്ങളിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ജെൻ നഗതാനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രാദേശിക, അന്തർദേശീയ സുരക്ഷാ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കാർഷിക ഗവേഷണ കേന്ദ്രം ഐസിഎആർ വികസിപ്പിച്ച 2 ജീനോം അരിയിനങ്ങൾ ന്യൂഡൽഹിയിൽ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പുറത്തിറക്കി. ഈ 2 ഇനങ്ങൾ ഉൽപാദന ചെലവ് കുറയ്ക്കുകയും രാജ്യത്ത് നെല്ലിന്റെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.